ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ആസ്കർ ഖാൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇന്നലെ വന്നതാണ് കേട്ടോ ഇവിടെ. ഇപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് പോവാണ്. ഉമ്മ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇതാ പുറത്ത് നല്ല വെയിലാണ് കേട്ടോ, നല്ല വെയിലാണ്. കുറച്ച് കഴിഞ്ഞാലുള്ളൂ ഒന്ന് മുറ്റത്തൊക്കെ ഇറങ്ങി നിൽക്കാൻ പറ്റുക. അപ്പോൾ എന്തായാലും കുട്ടികളുടെയൊക്കെ ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ മെല്ലെ ഇറങ്ങാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ അവിടെ നിന്നുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്, അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. പോകുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് വെണ്ടയ്ക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു, ചിലതൊക്കെ മൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കുകയാണ്. അങ്ങനെ ഇതാ ഇപ്പോൾ നമ്മൾ മുണ്ടോർമ്പ് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയതിനു ശേഷം നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ട് ആട്ട വെച്ചിട്ട് നല്ലൊരു അപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആശീർവാദ് ആട്ടയാണ് എടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് ആശീർവാദ് ആട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 കപ്പ് ചോറ്, 1/4 കപ്പ് ചിരകിയ തേങ്ങ, 1/4 ടീസ്പൂൺ ഈസ്റ്റുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ടോട്ടലി ഞാൻ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഇതാ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മാവൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ച് 1 മണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഒരു ഈസി വെജിറ്റബിൾ കുറുമ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ പൊട്ടാറ്റോ, ക്യാരറ്റ്, ബീൻസ്, പിന്നെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം. ഇനി ഒരു കുക്കർ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും സവാളയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തിട്ടും കൂടെ ചേർത്ത് കൊടുത്തു. പട്ട നമ്മൾ ആദ്യം തന്നെ വെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ, ഞാൻ മറന്നതാണ്. ഇനി ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. 1-2 വിസിലടിച്ചാൽ മതിയാവും. അപ്പോഴത്തേക്ക് വെജിറ്റബിൾസ് എല്ലാം വെന്ത് വരും. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഞാൻ ഈ തേങ്ങയിലേക്ക് 4 കാഷ്യൂം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോഴേക്കും നമ്മളുടെ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടു തുടങ്ങാം. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അതിനിടയിൽ ഇതാ നമ്മളുടെ വെജിറ്റബിൾസും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡിയായി. ഒരു ഈസി കറിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ആട്ട അപ്പം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെപ്പോഴും അരി കൊണ്ടല്ലേ ചെയ്യാറ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആശീർവാദ് ആട്ട വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോറിൽ നിന്നോ ഇല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഓൺലൈൻ വഴി വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഇത് അടുത്ത ദിവസം നമ്മൾ വീട്ടിൽ ലഞ്ച് ഉണ്ടാക്കിയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഉമ്മാൻ്റെ 2 റെസിപ്പിയും കാണിക്കുന്നുണ്ട്. ചേമ്പ് ഫ്രൈയും അതുപോലെ തന്നെ പഴം പച്ചടി, നല്ല ടേസ്റ്റുള്ള പഴം പച്ചടിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ചേമ്പ് പറമ്പിൽ നിന്ന് കളച്ചെടുക്കുകയാണ്. ഇപ്പോൾ ചേമ്പിൻ്റെ വിത്ത് എടുക്കണില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു ചെടിയോട് ചേർന്നിട്ടുള്ള ആ ഒരു ഭാഗമാണ് എടുക്കുന്നത്. അപ്പം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇവിടുന്ന് തന്നെ കളഞ്ഞെടുക്കുകയാണ്. ചേമ്പ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു രൂപത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ചേമ്പെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ വിനാഗിരി, കറിവേപ്പില, മല്ലിയില ഇവയെല്ലാം ചേർത്തിട്ട് നല്ലോണം ഇതാ അരച്ചെടുത്ത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ചേമ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ചിക്കനൊക്കെ ചെയ്യുന്ന ആ ഒരു രൂപത്തിൽ തന്നെയാണ്. ഇനി ഇത് നമ്മൾ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് പഴം പച്ചടിയിലേക്ക് വേണ്ടിയിട്ടുള്ള പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഉമ്മാൻ്റെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഉമ്മ പണ്ട് ഉമ്മാൻ്റെ ബ്രദറിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം എയർപോർട്ട് പോയപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു പഴം പച്ചടി. അപ്പോൾ അത് ഉമ്മ പിന്നെ വീട്ടിൽ വന്നിട്ട് ട്രൈ ചെയ്തതായിരുന്നു. അപ്പോൾ കുറേ മുന്നത്തെ കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി നമുക്ക് നോക്കാം. അപ്പോൾ പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഉമ്മ ഇവിടെ മോരുകറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പഴം പച്ചടിയിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിലേക്ക് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം, പിന്നെ കുറച്ച് കടുക്, പിന്നെ ആവശ്യത്തിന് പച്ചമുളക് ഇവയെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം കറിവേപ്പിലയും തൈരും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നല്ലോണം അരച്ചെടുക്കുകയാണ്. പഴം വേവിക്കാൻ വെക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 അച്ച് ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പഴം നന്നായി വെന്ത് വന്ന് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതൊന്ന് വറവിട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പഴം പച്ചടി റെഡി ആയിട്ടോ. അപ്പോൾ ഇതാ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ പഴം പച്ചടി റെഡി. ഇനി നമ്മളുടെ ചേമ്പ് ഫ്രൈയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ചേമ്പ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്.
ഇനി നമ്മൾ ചേനയൊക്കെ പൊരിക്കുന്ന പോലെ അങ്ങനെയും ചെയ്യാം കേട്ടോ. നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ലാതെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ പൊടിയൊന്നും ചേർക്കാതെ ജസ്റ്റ് മസാലപ്പൊടികൾ മാത്രം ചേർത്തിട്ട് അങ്ങനെയും നല്ല ടേസ്റ്റാണെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളുടെ ചേമ്പ് ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഴം പച്ചടിയും ഒക്കെ റെഡിയായി. നമ്മളിനി ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ മോളി ഇവിടെ ഇല്ല കേട്ടോ. മോളിയുടെ വീട്ടിൽ പോയതാണ്. നിങ്ങൾ എന്തായാലും ചോദിക്കുന്നറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ അസ്കർക്ക വന്നിട്ടുണ്ട് കേട്ടോ. അസ്കർക്ക ഷേസക്ക് യുക്കലേലി വാങ്ങിച്ചിട്ടുണ്ട്. ഗിറ്റാർ പോലെ ചെറിയൊരു സാധനം, അതാണ് യുക്കലേലി. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓൺലൈനിൽ ആമസോണിൽ ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൾക്ക് കിട്ടാഞ്ഞിട്ടൊരു സ്വസ്ഥതയില്ലായിരുന്നു. അപ്പോൾ അത് കൊണ്ട് വന്നതാണ്. അപ്പോൾ അത് കൊണ്ട് വന്നപ്പോൾ അസ്കർക്കാക്ക് കോഴിക്കോട് ആരെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളടുത്തും വെറുതെ വരാൻ പറഞ്ഞു. കുട്ടികൾക്കൊന്നും ക്ലാസ് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളും കൂടെ, ഞാനും മക്കളും കൂടെ അസ്കർഖാൻ്റെ കൂടെ പോയിട്ടോ. അപ്പോൾ വേറൊരു ട്വിസ്റ്റ് ഉണ്ടായത്, മിസ്സിസ് മലബാറിലെ ഹിബ ഉണ്ടല്ലോ, ഹിബ അവിടെ വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ആ ഒരു മീറ്റും കൂടെ നമ്മൾ പ്ലാൻ ചെയ്തു. അസ്കർഖാൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ നമ്മൾ ബീച്ചിൻ്റെ അവിടെ പോവുകയാണ്. ബീച്ചിൻ്റെ അവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. ഹിബ കുറച്ച് ലേറ്റ് ആയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്നുള്ള പ്ലാനല്ലേ, അതുകൊണ്ട് അവൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും ഹിബയായിട്ട് ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറേ നേരം അവിടെ ഇരുന്നു. നല്ല കാറ്റൊക്കെ ഉണ്ടല്ലോ, നല്ല സുഖമുണ്ട് ഇരിക്കാൻ. ഷെയ്സിന് ആ ഒരു ലൈറ്റൊക്കെ ഉള്ള ബലൂണ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവനതൊന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കൂട്ടത്തോടെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഒന്നിച്ചങ്ങനെ വാങ്ങിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കാണുന്നത്. ഒന്ന് മാത്രമാകുമ്പോൾ അത്ര ഭംഗിയൊന്നുമില്ല. എന്തായാലും ഷെസിനും ഷെയ്സും നല്ല കളിയാണ് അത് വെച്ചിട്ട്. അങ്ങനെ ഒരു 8:15 ആയപ്പോഴത്തേക്ക് ഹിബ കോഴിക്കോടുള്ള P2 ഉഷ റോഡിലുള്ള ഐസ് ഡേയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ഐസ് ഡേ കഫേയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഹിബൻ്റെ ഉമ്മയും ഉപ്പയും അനിയന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ആദ്യമായിട്ട് കാണുന്നൊരു പോലെയൊന്നും തോന്നണില്ല. നല്ലോണം പരിചയമുള്ള പോലെ എല്ലാവരും നല്ല കൂളായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ആളുകളാണ്. ഹിബനെ കണ്ടപ്പോഴും എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല നമ്മൾ ഫസ്റ്റ് ടൈം കാണുകയാണെന്നോ അങ്ങനെയൊന്നും തോന്നിയില്ല. നമ്മൾ മുന്നേ പരിചയമുള്ള, മുന്നേ കണ്ട് നല്ലോണം സംസാരിച്ച ഒരു ഫീലാണ് കേട്ടോ തോന്നിയത്. അപ്പോൾ ഹിബൻ്റെ എൻ്റെയൊക്കെ ഒരു സബ്സ്ക്രൈബറാണിത്. അവർ ഹിബനെ കണ്ടപ്പോൾ മുകളിലേക്ക് വന്നതാണ്. അപ്പോൾ മോള് ഇതാ നല്ല കളിയായിരുന്നു കേട്ടോ. ഷെയ്സിൻ്റെ ബലൂണൊക്കെ കണ്ടപ്പോൾ അതൊക്കെ പിടിച്ച് നല്ല കളിയായിരുന്നു.
അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നപ്പോഴത്തേക്കും ഇതാ ബർഗറും അതുപോലെ ജ്യൂസും മൊഹിറ്റോസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ ബർഗറും അതുപോലെ തന്നെ ജ്യൂസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കോഴിക്കോടുള്ള PT ഉഷ റോഡിലാണ് ഐസ് ഡേ കഫേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് അവരുടെ ഫുഡൊക്കെ. ക്രീപ്പും ഒക്കെ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഹിബയും വ്ളോഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. എന്തായാലും സംസാരിച്ചൊന്നും മതിയായിട്ടൊന്നുമില്ല. പിന്നെ കുറേ സമയമായി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ സംസാരമൊക്കെ നിർത്തിയിട്ട് പിന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണ് ചെയ്തത്. നമുക്ക് സംസാരമൊന്നും കഴിയണില്ലായിരുന്നു. ഞങ്ങളങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് താഴെ ഷെഫ് ഷമീം ഉണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. മഴവിൽ മനോരമ ദേ ഷെഫിൽ ഒരു ഫെയിമാണ് ഷെഫ് ഷമീം. അവർക്കൊരു യൂട്യൂബ് ചാനലും ഉണ്ട്. അപ്പോൾ അവർ അവിടെ വന്നത്. എന്തായാലും അവരെയും കാണാൻ പറ്റി. എന്തായാലും അന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. എനിക്ക് മനസ്സിന് തന്നെ നല്ലൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു. ഹിബനെയും ഷെഫ് ഷമീമിനെയൊക്കെ കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ അവിടുന്ന് സംസാരിച്ചൊക്കെ അങ്ങനെ ഇതാ ഐസ് ഡേന്ന് ഇറങ്ങാണ്. ഷെഫ് ഷമീമിൻ്റെ കാറാണ് കേട്ടോ അത്. ഷെഫ് ഓൺ റോഡ് എന്ന് പറഞ്ഞിട്ട് അവരൊരു ട്രാവൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരിപ്പോൾ കാലിക്കറ്റാണുള്ളത്. അപ്പോൾ എന്തായാലും അന്നത്തെ ദിവസം അവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ അവസാനിച്ചു. അപ്പോൾ ഇതാണ് അന്നത്തെ ഞങ്ങളുടെ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാതുവരേക്കും ടേക്ക് കെയർ, ബൈ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ. എന്നാൽ മാത്രമേ ഉള്ളൂ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.